ഒരു കറി വാങ്ങിച്ചാൽ ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോഴേ നമ്മളുടെ പിറ്റേ ദിവസമാണ് കേട്ടോ. നമ്മളിന്ന് പോവാണ്, പോണ ദിവസമാണ് കേട്ടോ. അപ്പോഴേ എണീറ്റപ്പോൾ 7 മണിക്കല്ല വെച്ചിട്ട് 7:30ക്കാണ് കേട്ടോ എണീറ്റത്. നമുക്ക് 9:30 ട്രെയിനാണ്. അപ്പോഴേ ശടപടാന്നാവണം എല്ലാ കാര്യങ്ങളും. അങ്ങനെ സുധിച്ചേട്ടൻ പോയിട്ട് ചായ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചായ കുടിച്ചിട്ട് വേഗം കുളിക്കാം. പല്ലേക്കാരൻ എടുത്തപ്പോഴാണ് പേസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും കാണുന്നുണ്ട്. പേസ്റ്റ് ഞാൻ എടുത്തില്ല, ഒരു കുഞ്ഞിതിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പേസ്റ്റ്, പക്ഷെ അത് കാണുന്നില്ല. ഇവിടെ എവിടെയോ ഉണ്ടാവും, പക്ഷെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ എന്തുട്ടാ എങ്ങനെയെങ്കിലും പല്ലേക്കണം. ഒരു കുഞ്ഞി പേസ്റ്റ് മേടിച്ചിട്ട് വരാൻ പറയണം. സുധിച്ചേട്ടൻ ചായ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട് കുളിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഞാനൊരു ഇൻട്രോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തുമ്പിമോളൊക്കെ ഇവിടെ ആകെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മോട്ടൊക്കെ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. സുക്രുമണി എണീറ്റിട്ടില്ല കേട്ടോ. നമുക്ക് ചവിടിക്കാം. മധുരം കൂടുതലാണ്. അപ്പൊ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. സൂചേട്ടൻ റെഡി ആയിട്ട് സ്നഗ്ഗി മേടിക്കാൻ പോയിരിക്കുകയാണ്. തുമ്പിക്ക് ഉണ്ട് കേട്ടോ, സുക്രൂന് ഇല്ല. അപ്പൊ സുക്രൂന് എപ്പോഴെപ്പോഴും എങ്ങനെയെങ്കിലും മൂത്രമൊഴിക്കാനായിട്ട് ഇതൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ നമ്മൾ അങ്ങനെ പോകണ്ടല്ലോ. അപ്പൊ സ്നഗ്ഗി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് സുക്രൂന് സ്നഗ്ഗി ഇടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് മേടിക്കാൻ പോയിരിക്കുകയാണ്. പിന്നെ സൂചേട്ടൻ ചായ മേടിച്ചിട്ടുണ്ടെന്നപ്പോൾ ഒരു നൂലപ്പം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സുക്രു തിന്നാണ്. തുമ്പി തൊട്ടിട്ടില്ലായിരുന്നു. തുമ്പിക്ക് കപ്പലണ്ടി മിഠായി മതി എന്ന് പറഞ്ഞ് തുമ്പി അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ റെഡി ആവലും കാര്യങ്ങളും പാക്കിങ്ങും സംഭവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എന്തെങ്കിലും മറന്നിട്ടില്ല. പിന്നെ ഇവിടെ സോപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. നമുക്കുള്ളതാണ്, നമുക്ക് കൊടുത്ത ഇതിനുള്ളതാണ് സോപ്പ് സംഭവങ്ങളൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ രണ്ടാമത്തെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണ്ടിയിട്ട് തന്നതാണ് അവർ. അപ്പം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സോപ്പുകളില്ലേ, അതുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞി വെളിച്ചെണ്ണയുടെ കുപ്പി ഉണ്ടായിരുന്നു. നമുക്കതൊന്നും കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്കറിയില്ലല്ലോ ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ എന്ത് ചെയ്തു, എല്ലാം എടുത്തു വെച്ചു. പിന്നെ ഇനി ഒന്നും എടുത്ത് വെക്കാനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്നും മറന്നിട്ടൊന്നുമില്ല. പിന്നെന്താ സുക്രു പറ, എന്തിട്ടാ പറയാനുള്ള സുക്രുവിന്? സുക്രു ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ആകെ ഇതാക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ തല കുളിപ്പിച്ചിട്ടില്ല, രണ്ടുപേരെ മേല് മാത്രം കഴുകിയിട്ടുള്ളൂ. ഞാൻ സൂചിച്ചേട്ടനൊക്കെ തലയൊക്കെ കുളിച്ചിട്ടാ, എന്നാലേ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. താഴെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഴിച്ച റെസ്റ്റോറൻറ്റ് അടിപൊളി വെജ് ഹോട്ടലാണ് കേട്ടോ. നല്ല സൂപ്പറാണ് എല്ലാം. അത് നല്ല ടേസ്റ്റി സംഭവമാണ്. ഇന്നലത്തെ കൂത്തപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇപ്പം ഏകദേശം ഒരു 8:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 8:45 റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. കാരണം നമുക്ക് അവിടെയാണോ ഇവിടെയാണോ നിൽക്കേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ അടിയിൽ നമ്മൾ ഇന്നലെ തിന്ന ഭക്ഷണം ആ ഒരു ഭാരത് ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഫുഡെന്ന് കരുതിക്കൊണ്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങി വന്നത്. പക്ഷേ നമ്മൾ തിരിച്ചു പോകുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭാരത് ഹോട്ടൽ മുടക്കാണ്. അപ്പം നമ്മൾ അപ്പുറത്തെ ചെറിയൊരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല അമ്മാതിരി ഫ്ലോപ്പായിരുന്നു. പൂരിയും ബാജി എന്നാണെന്ന് പറഞ്ഞത്. ഉരുളക്കിഴങ്ങറിനെയാണെന്നുകൊണ്ട് അവർ ബാജി എന്ന് പറയുന്നത്. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ഒരു സാധനം. ഈ പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ടേസ്റ്റില്ല. പൂരിയും ടേസ്റ്റില്ല, ആ ഒരു കറിയും ടേസ്റ്റില്ല. അതേപോലെ തന്നെ ചായ പറഞ്ഞത് ചായയും ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ദേ രാവിലത്തെ ഭക്ഷണം നല്ല അസലായിട്ട് മൂഞ്ചി ഗൈസ്. ഞാനപ്പോൾ പൂരിയും ഈ ഒരു കറിയും കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുടിച്ച് വെറുതെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചായ മേടിച്ച് കുടിച്ചപ്പോൾ അത് വെറും കാടിവെള്ളം പോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ ഭാരത് ഹോട്ടലിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടാ. കുറച്ചൊരു 5 മിനിറ്റ് നടന്നാൽ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ടാകും. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. തുമ്പിയുടെ ആ തലയിലിരിക്കണ ആ ഒരു ക്ലിപ്പൊക്കെ ഇല്ലേ, പിന്നില്ല കേട്ടോ, അവളത് കളഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു തുമ്പി അതിൽ ഇങ്ങനെ തുമ്പിയുടെ തലയിൽ ആ ഒരു ഇത് കാണാനായിട്ട്. പിന്നെ ട്രെയിന് കറഞ്ചം പുറിഞ്ച് അങ്ങാടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിന്, നമ്മുടെ വന്ദേ ഭാരതും അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു. നമ്മുടെ പോകുന്ന ട്രെയിനും 15 മിനിറ്റ് ലേറ്റ് ആണെന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് നിസാമുദ്ദീൻ ട്രെയിനാണ്.
നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇതേപോലെ ആൾക്കാരിങ്ങനെ ചായ വട എന്നൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ശൈലിയിൽ പറയില്ല അങ്ങനെ. പിന്നെ ഈ ട്രെയിനുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് നോക്കിയിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അങ്ങനെ അതേ കുറേയൊക്കെ നമ്മൾ നോക്കിയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ബോറടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുമാതിരി നേരത്തെയാണ് വന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ 15 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു കേട്ടോ. പിന്നെന്താ, പിന്നെ സുക്രുനെയും തുമ്പിനെയും ഒരു കണ്ണങ്ങാടും ഇങ്ങോട്ടും ചിമ്മിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ ട്രെയിനിലൊക്കെ കയറിയിട്ടോ, നമ്മൾ ഒരു കണക്കിന് ട്രെയിനിലൊക്കെ കയറി. അതിനുശേഷം പിന്നെ സുധിച്ചേട്ടൻ ഒരു 5 മിനിറ്റ് മതി ആൾക്കാരായിട്ട് മിങ്കിളാവാനായിട്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സുധിച്ചേട്ടൻ നല്ല കമ്പനി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ വലിയ പ്രത്യേകത, അപ്പോൾ സുധിച്ചേട്ടൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് രാത്രി മാത്രം അത് ഓപ്പൺ ആവുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ സെറ്റായി. ഞാൻ സുധിച്ചേട്ടനും മുകളിൽ കിടക്കാമെന്ന് വിചാരിച്ചു. തുമ്പിനൊന്ന് പാല് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുകളിൽ കയറിയത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായിട്ടാ. കാരണം തുമ്പി കിടന്ന് ഇടയാൻ തുടങ്ങിയപ്പോൾ ഇനി അങ്ങനെ നിലത്ത് വീണാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സുധിച്ചേട്ടനെ വലിച്ചിറക്കി ഞാനും ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് അമ്മ കൊണ്ടുവന്ന ആ ഒരു സ്നാക്സ് അല്ല, വറവും കാര്യങ്ങളൊക്കെ തിന്നാന്നുള്ള. അപ്പോൾ കുറച്ച് ബോംബെ മിച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ചെപ്പോടെ തന്നെ ഞാൻ വിഴുങ്ങിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബോംബെ മിച്ചർ. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനത്തിന് ഇത്ര വില ഉണ്ടെന്ന് മനസ്സിലാവും. കാരണം രാവിലത്തെ ഫുഡ് വളരെയധികം മോശമായതുകൊണ്ട് തന്നെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൽ നിന്ന് ഫുഡ് മേടിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് ചില എന്താണ് കോഴിക്കോട് പിന്നെ ഷൊർണൂർ അങ്ങനത്തെ ഇതിൽ മാത്രമേ നിർത്തുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ സുധിച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകട്ടെ. എനിക്ക് ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് സുധിച്ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും മേടിക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ പോകുമോ, ഇപ്പോൾ ട്രെയിൻ വിടോ, അങ്ങനെയൊക്കെയാണ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത്. കുറച്ച് ടെൻഷനുകൾ നിറഞ്ഞ യാത്രയായിരുന്നു. കാരണം ട്രെയിനിൽ എന്ന് പറയുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് അത് പോയതാണ്. പിന്നെ അങ്ങോട്ട് ഇനി ഓടി അങ്ങനെ കയറുമ്പോൾ വീഴും, അങ്ങനത്തെയൊക്കെ ഒരുമാതിരി ഇങ്ങനെ ആലോചന ഉള്ള ഒരു ടൈപ്പാണ്. ഞാനിങ്ങനെ കുറേ ബാഹ്യമായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കുറേ ഇങ്ങനെ കാട് പോലെ ചിന്തിക്കാതിരിക്കുന്നതെന്നല്ല, നമ്മുടെ മനസ്സമാധാനം പോവല്ലേ. അപ്പോൾ അതേ ഞാനും തുമ്പിയും സുക്രും കൂടെ ഇവിടെ സെറ്റായിരിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുമ്പി ഉറങ്ങിയിട്ട്. പിന്നെ നമുക്ക് പുതപ്പും കാര്യങ്ങളൊക്കെ അവർ തരും. AC ആണെങ്കിൽ മാത്രം അങ്ങനത്തെ പുതപ്പും കാര്യങ്ങളും തരുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ ആലോചിച്ചു, ഈ AC ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പിള്ളേരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര റിലാക്സ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒട്ടും അവശതയായിരുന്നില്ല. നമ്മൾ അപ്പോൾ എവിടെ എത്തി? ഷൊർണൂരെത്തി. എനിക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പേടി എന്തിട്ടാണെന്നറിയോ? അതെ പറ്റുന്നുണ്ട്. സൂപ്പർ ശാനം കുഞ്ഞിന് തന്നില്ല കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി. ഹലോ ഗായ്സ്, അപ്പം നമ്മളിത് തൃശ്ശൂർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ സമാധാനം. നമ്മുടെ നാട് എന്ന് നമ്മുടെ നാട് തന്നെയാണ്. അതായത് നമ്മൾ വന്ന ട്രെയിനാണിത്. ഇനി എന്തെങ്കിലും ഞാൻ തിന്നണം. പക്ഷെ ഇന്നത്തെ പാടില്ല. ട്രെയിനിൽ നിന്ന് ഒരു ഉള്ളിവട കഴിച്ചുള്ളൂ. വലിയ ഇന്നത്തെ രാവിലെ തുടങ്ങി ഫുഡ് ഒന്നിനും കൊള്ളില്ല. അപ്പം എന്തായാലും പോയി കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ കൊടുങ്ങല്ലൂർക്ക് ബസ് കയറും. അങ്ങനെ നമ്മൾ അവസാനം തൃശ്ശൂർക്ക് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഭയങ്കര സമാധാനം കിട്ടിയിട്ടോ നമുക്ക്. അങ്ങനെ എന്ത് ചെയ്തു, വിശന്ന് കത്തിയിട്ടാണ് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയത്. അങ്ങനെ ഏറ്റവും നല്ല വെജ് ഹോട്ടലിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭാരത് എന്ന് തന്നെയാണ് കേട്ടോ അവിടെ പറഞ്ഞത്. ഞങ്ങൾ ആദ്യമായിട്ട് വന്നാണ്. ഈ ഭാരത് ഹോട്ടലൊക്കെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വെജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഭാരത് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ചൂസ് ചെയ്തു. അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെ മാതാവേ, ഈ ഒരു തൈരും അതേപോലെ തന്നെ അവരൊരു ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു. അത് രണ്ടും മാത്രം ഞാൻ കൂട്ടിയുള്ളൂ കേട്ടോ. എനിക്ക്
എനിക്കിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും വായന്ന് ഇങ്ങനെ വെള്ളം വരുന്നു. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനത് രണ്ടും കൂടെ കൂട്ടി ഒരുപാട് ചോറ് തിന്നു. പപ്പടം അവരെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു തരുന്ന ചേട്ടന്മാരായാലും നമ്മളോട് ഭയങ്കര ഇതായിരുന്നു, സപ്പോർട്ടായിരുന്നു. കാരണം 2 പിള്ളേർക്കും സെപ്പറേറ്റ് സേമിയോ പായസം കൊണ്ടേ കൊടുത്തു, നമുക്കും തന്നു. സേമിയോ പായസം ഇപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ യൂണിൻ്റെ കൂടെ കിട്ടുന്ന സേമിയോ പായസം എന്ന് പറയുന്നത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാനില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ വെക്കണേലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരു ഊണിന് 140 രൂപ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന കാശിന് നല്ല വർത്താണ്. എന്ന് വെച്ചാൽ താലപ്പൊലിയുടെ തിരക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി തിരക്കായിരുന്നു. ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ സീറ്റിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ക്യൂ നിന്ന് ഒരു 15 മിനിറ്റോളം ക്യൂ നിന്നിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ. പക്ഷേ അങ്ങനത്തെ ഹോട്ടലിൽ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ തൃശ്ശൂർ ചെത്തനിലോട്ട് പോവാണ്. അതിങ്ങനെ റൗണ്ടിൽ നമ്മുടെ ആ ഒരു സംഭവമൊക്കെ കിട്ടിയിരിക്കുന്നുണ്ടല്ലേ. പക്ഷേ അതിൻ്റെ മുകളിലേക്കൊക്കെ കയറണം, പിടച്ച് കയറാനൊക്കെ ആർക്ക് വയ്യ. ഇങ്ങനെ കയറിയിട്ട് വേണം അതിൽ കൂടെ നടക്കാനായിട്ട്. അതിലും റോട്ടിൽ കൂടെ പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. മണ്ടത്തരമാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ യാത്ര അത് കഠിനമായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല തിരക്ക് വന്നു. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ തുമ്പിയും സുക്രും ഒക്കെ ഉറങ്ങണ ഒരു ഇതിലെത്തിയപ്പോഴേക്കും ആകെ ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേർക്കും കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടി ആ ഒരു വെയിലുള്ള സ്ഥലത്താണ് ഇരുന്നത്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ രണ്ടായിട്ട് ഇരുന്നാൽ മതി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടാ. കാരണം ഭയങ്കര വെയിലടിക്കണമായിരുന്നു. നമ്മൾ ട്രെയിനിൽ വന്നപ്പോൾ നമ്മൾ ഒരു വിഷമങ്ങളും അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കൊടുങ്ങല്ലൂർ എത്തി ഗൈസ്. കൊടുങ്ങല്ലൂർ അമ്പലം കാണുമ്പോൾ ഒരു മനസ്സിൻ്റെ നിർവൃതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഹലോ, അപ്പം നമ്മൾ അവസാനം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആകെ കരിവാളിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം തൃശ്ശൂർ വരെ നല്ല അടിപൊളിയായിട്ട് വന്നു. പിന്നെ ബസ്സിനൊക്കെ ഇങ്ങോട്ട് വന്നത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ ഓവറോൾ അടിപൊളി യാത്രയായിരുന്നു. അപ്പം എനിക്കിന്നൊന്നും പറയാനില്ല. ഇനിയൊന്ന് മേലൊക്കെ കഴുകി ഒന്ന് കുറച്ചു നേരം കിടക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു പറഞ്ഞോ.